കട്ടപ്പന നഗരസഭയിൽ ആകെ ലഭിച്ചത് 193 നാമനിർദ്ദേശ പത്രികകൾ. സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത് 2. 191 പത്രികകൾ സാധുവായതോടെ മത്സരം കടുക്കും. തെരഞ്ഞെടുപ്പിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങി അവസാന 3 ദിവസങ്ങളിലായാണ് ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടത്. ആദ്യ ദിവസം വളരെ കുറച്ച് പത്രിക മാത്രമാണ് ലഭിച്ചത്. അവസാന 2-3 ദിവസമാണ് പത്രികയിൽ ഭൂരിഭാഗവും എത്തിയത്. 21-നാണ് UDF പത്രിക സമർപ്പിച്ചത്. ഏറ്റവും കൂടുതൽ പത്രിക കോൺഗ്രസിൽ നിന്നാണ് വന്നത്. പല വാർഡിലും റിബൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും കൂടുതലായി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അവസാന ദിവസം പോലും കോൺഗ്രസിൽ ആര് എവിടെ മത്സരിക്കുമെന്ന് ധാരണ പോലും ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ ആരോപണവുമായി KPCC സെക്രട്ടറി തോമസ് രാജനും രംഗത്ത് വന്നിരുന്നു. പത്രിക സമയം തീരുന്നത് 21-ന് 3 മണിക്കാണ്. ഈ 3 മണിക്ക് പോലും പത്രിക സമർപ്പിക്കുന്നതിന്റെ വലിയ തിരക്കാണ് ഉണ്ടായത്. 3 മണിക്ക് എത്തിയവർക്ക് ടോക്കൺ നൽകി വളരെ വൈകിയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പിൽ കട്ടപ്പന നഗരസഭ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഇടുക്കിയിൽ നടന്ന സൂക്ഷ്മ പരിശോധനയിൽ 193 പത്രികയിൽ 191 സാധുവായി. 2 പത്രികകൾ തള്ളി. ഇനിയുള്ള മണിക്കൂറുകൾ റിബൽ സ്ഥാനാർത്ഥികളെ പിന്തിരിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമമാണ് നേതാക്കൾ നടത്തുന്നത്. എന്നാൽ ഇത് എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടറിയണം. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ EM അഗസ്റ്റിൻ, ജോയി വെട്ടിക്കിഴി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം മത്സര ഗോതയിലുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.